യോ ഗൈസ് വെൽക്കം ടു മൈ ഇറ്റ്സ് മീ ആർക്കവേണ്ടി സോയ്സ് ഈ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ തേർഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന് മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് കഴിഞ്ഞ നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസ് ഫസ്റ്റ് എപ്പിസോഡ് പോയിട്ടുള്ള ഇന്നലെ നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്ത് നമ്മൾ തേർഡ് എപ്പിസോഡാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെ എത്ര എപ്പിസോഡ് വരെ പോകും നമുക്ക് നോക്കാം. ഐസൊക്കെ എത്ര നാളൊക്കെ നമുക്കിത് പോയിക്കൊണ്ടിരിക്കാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോ പോയിട്ട് 2 ഡയമണ്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാനിപ്പോൾ ഒരു ടെലിസ്കോപ്പ് കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനാണ് ഞാൻ വ്യത്യസ്ത കോപ്പറൊക്കെ ആക്കിയതാണ്. നമ്മൾ ഡയമണ്ട് നമുക്ക് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് ഡയമണ്ട് ആർമറൊക്കെ ഉണ്ടാക്കണമെന്നാണ്. അതുമാത്രമല്ല എൻ്റെ വേറെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ അടുത്തുള്ള വില്ലേജ് ഐലൻഡ്സ് ഇവിടെ അവിടെ കുറച്ച് ആനിമൽസ് തന്നെ അവിടെ ഫ്രണ്ട്സ് തന്നെ അവിടെ തന്നെ ഒരു ഫാം റെഡിയാക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പോയി നോക്കി അതുമാത്രമേ ഞാൻ ഓൾവേസ് ഫുൾ നൈറ്റ് വിഷൻ ആ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മോഡ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര ഞാൻ കൂടുതൽ നേരം ഇടുക. അത് എനിക്കത് വേണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമുക്കത് ഞാൻ പിന്നെ എനിക്ക് പ്രിഫർ കേവ് മാത്രം പോകുമ്പോൾ അത് ഓൺ ചെയ്യാം. ഓക്കെ, നമുക്കിനി കുറച്ച് വുഡൊക്കെ കളക്ട് ചെയ്യണമെന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്ത് നമുക്ക് കുറച്ച് വുഡൊക്കെ എടുത്തിട്ട് നമുക്ക് ആ ഒരു ഇതങ്ങ് ചെയ്തേക്കാം. ഈ ഒരു ഫെൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ പോവുകയും ചെയ്യണമല്ലോ. അപ്പം ഇത് ഫെൻസ് ഉണ്ടാക്കി വുഡ് കുറവാണ്. നോക്കട്ടെ, നമുക്ക് വുഡ് ഞാൻ കുറച്ച് മൈൻഡ് ചെയ്യണം. വുഡില്ലേ ശനി എൻ്റെ ഞാൻ കുറച്ച് വുഡ് മൈൻഡ് ചെയ്യണമല്ലോ. കൂടുതൽ ഇനി 21 ആയിട്ടുള്ളൂ. എനിക്ക് ഫെൻസ് ഉണ്ടാക്കണം, ഇനിയും വേണ്ടി വരത്തില്ല. അപ്പം ഇവിടുന്ന് കുറച്ച് വുഡ് അങ്ങ് മൈൻഡ് ചെയ്തെടുക്കാം. എൻ്റെ അത്യാവശ്യം വുഡ് വേണ്ടി വരും. ഓക്കെ, പക്ഷേ ഞാൻ ഇവിടുന്ന് അത്യാവശ്യം വുഡൊക്കെ മൈൻഡ് ചെയ്തെടുത്തിട്ട് ഓക്കെ ഞാൻ അത്യാവശ്യം വേണ്ടുന്ന വുഡെല്ലാം മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നമുക്ക് വേണ്ടുന്ന സാധനമെല്ലാം ഉണ്ടാക്കിയേക്കാം. ഓക്കെ ഇവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ട്സ് 2 ഫ്രണ്ട്സ് ഗേറ്റ് ഉണ്ടാക്കിയേക്കാം. പിന്നെ കുറച്ചുകൂടി ഒരു ക്രാഫ്റ്റുകൾ കൂടി ഉണ്ടാക്കി കൈ വെച്ചേക്കാം. നമുക്ക് എന്തായാലും പോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കേണ്ട ആവശ്യവും വരാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ക്രാഫ്റ്റുകൾ കൂടി ഉണ്ടാക്കി വെച്ചേക്കാം. കുറച്ച് അതിനൊക്കെ എല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ആക്സ് കൂടി ഉണ്ടാക്കിയേക്കാം. നമ്മൾ മരം വെട്ടിയപ്പോൾ നമ്മുടെ ആക്സെല്ലാം പൊട്ടിയത്. ഓക്കെ, ചെറിയൊരു പ്രശ്നം വഴിയുണ്ട്. നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ ഇത് ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്തൊന്നും റെക്കോർഡായില്ലേ. മീൻസ് ഞാൻ ഇത്ര തന്നെ ചെയ്ത റെക്കോർഡ്. ഈ കേവ് വന്നതാണ് നമ്മൾ മൈനിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഡയമണ്ട് കളക്ട് ചെയ്യാൻ വന്നതാണ്. ഞാൻ ഒരു 7 ഡയമണ്ട് എടുത്ത് കളക്ട് ചെയ്തു. ഇവിടെയൊക്കെ വന്ന് ഇത്രയും വന്ന് എൻ്റെ എല്ലാം ചെയ്ത്. പക്ഷേ ഞാനവിടെ ഒരു തൊട്ടടുത്തുള്ളൊരു എൻ്റെ പോയിട്ട് അവിടെ കുറച്ച് പിക്സിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്ര ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു. നമ്മൾ ലേസിന് നമുക്ക് കുറച്ച് ഡയമണ്ട്സൊക്കെ മൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യമൊക്കെ മൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ പുറത്ത് പോയിട്ട് പുറത്തോട്ടൊക്കെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണാം. അപ്പോൾ കേസായിട്ട് ഞാൻ പിന്നെ അത് പുറത്തോട്ട് പോയി. അപ്പോൾ ഞാൻ കുറേ ഒക്കെ ട്രാവൽ ചെയ്തപ്പോൾ കുറേ നമുക്ക് ഈ സ്പാഡസ് മോട്ടറും ഒരു മൈൻഡ് ഷാഫ്റ്റും ഒക്കെ ഞാൻ കുറേ സാധനങ്ങൾ കണ്ടുപിടിച്ചു. അതായത് ഫാസ്റ്റ് ഫോർവേഡ് ഞങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കാണാൻ. ഇവിടെ മൈൻഡ് ഷാഫ്റ്റ് ഞാൻ കണ്ടുപിടിച്ചു. മൈൻഡ് ഷാഫ്റ്റ് ഞാൻ പോയില്ല, ജസ്റ്റ് അങ്ങോട്ട് പോയൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. പിന്നെ ഇവിടെ കുറേ മോപ്സിനൊക്കെ പറ്റിയ വീണ്ടും കുറേ ഡയമണ്ട്സൊക്കെ തപ്പി പോയി. പക്ഷേ വേറെ എവിടെയെങ്കിലും ഡയമണ്ട്സ് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ കുറേ ദൂരെയൊക്കെ പോയി അവിടെ കുറേ അടുത്ത് ഞാൻ ഡയമണ്ട്സ് കിട്ടിയത് എവിടെയും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ തപ്പി നമ്മൾ കുറേ നേരം മോപ്സുമായിട്ടുള്ള ഫൈറ്റൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ ഡെഡ് ആവാതൊക്കെ കുറേ പ്രാവശ്യം രക്ഷപ്പെട്ടായിരുന്നു. അങ്ങനെ ഇനി പോയി പിന്നെ അവസാനം പുറത്തോട്ട് പോകാനായിട്ട് ഞാൻ എൻ്റെ പ്ലാൻ. പിന്നെ അവസാനം ഇവിടുന്ന് കുറേ മോബ്സിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈറ്റായി ജസ്റ്റിനാണ് രക്ഷപ്പെട്ടത്. കുറേ മോബ്സിനൊക്കെ എടുത്ത് സ്കെലറ്റൻസിനെ എടുത്തിട്ടാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത്. പിന്നെ ഞാൻ ഇവിടുന്ന് മേലോട്ട് കയറി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പോയി ഇവിടെ വന്ന് കുറച്ച് ഞാൻ ഇടയ്ക്ക് വെച്ച് വേറൊരു കാര്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ടൊക്കെ പിന്നെ ഞാൻ വീണ്ടും തിരിച്ച് മേലോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നമുക്ക് വേണ്ടുന്ന ഡയമണ്ട്സ് ഞാൻ കളക്ട് ചെയ്ത് 30. നമ്മുടെ കയ്യിലുള്ള ഡയമണ്ട്സ് ഞാൻ 11 ഡയമണ്ട്സാണ് കളക്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഓൾറെഡി 28 ഡയമണ്ട്സ് ഉണ്ട്. അതെല്ലാം കൂടി ചെയ്ത് നമുക്ക് 39 ഡയമണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരെ ഇനി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് തന്നെയാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ നേരെ ഒന്ന് അതൊക്കെ നോക്കി എല്ലാം ശരിയാണ്. ഉച്ചയ്ക്ക് ഞാൻ വേണ്ട സാധനം എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഒരു പുതിയ ചെസ്റ്റ് ഉണ്ടാക്കി അതിലോട്ട് വേണ്ടുന്നതെല്ലാം അങ്ങ് മാറ്റുന്ന ചോദിച്ചു. ഈ പ്രഷ്യസ് എല്ലാ ഐറ്റംസ് എല്ലാം മീൻസ് നമ്മൾ അധികം കുറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം അങ്ങോട്ട് മാറ്റാം. ഞങ്ങൾക്ക് ഗോൾഡൻ ആപ്പിൾസൊക്കെ കിട്ടി. നെയിം ടാഗ് ഒന്നും എനിക്ക് ഒരു വിഷയമായിട്ട് കിട്ടിയിരുന്നു. ഞാനൊരു ചെറിയ ചെസ്റ്റ് ഇപ്പോൾ തൽക്കാലത്തൊക്കെ ഒരു ചെറിയ ചെസ്റ്റ് മതി. അതിനകത്ത് നമുക്ക് വേണ്ടുന്ന സാധനമെല്ലാം നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. അധിക സാധനമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഈ വേണ്ട പിന്നെ എൻ്റെ വായ്പ 39 ഡയമണ്ട് ആയിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ഫുൾ ഡയമണ്ട് ആകുമ്പോഴോട്ട് നമുക്ക് മാറ്റാൻ നമ്മൾ ഗോൾഡൻ ആപ്പിൾ കുറേ സാധനം കിട്ടി. അതെല്ലാം എടുത്ത് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം എടുത്ത് വെച്ച് പോയി ഞാനിതെല്ലാം വെച്ചു. കുറേ സാധനങ്ങൾ വെച്ച് അതിൻ്റെ ഇതെല്ലാം വെച്ച് ഞാൻ കുറച്ച് നേരം ഷോർട്ടൊക്കെ ചെയ്തിട്ടാണ് വെച്ചത്. നമ്മൾ ഇന്നത്തെ വീഡിയോ നല്ല ഷോർട്ടായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം എനിക്ക് അതിന് കളിക്കാനുള്ള ടൈമും കിട്ടിയില്ല. മാത്രമല്ല കുറേ അടുത്ത് എഡിറ്റ് ചെയ്ത് മോണ്ടേജൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒക്കെ മാത്രമല്ല നമുക്കിനി നമുക്ക് പുതിയ നമ്മുടെ അയൺ ആർമറിലോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ ഒരു മീൻസ് നമ്മുടെ അയൺ ആർമറിലേക്ക് പിന്നെ നേരെ നമ്മുടെ ഈ ഒരു ആർമറിലോട്ട് മാറാം. എന്തായാലും നമ്മുടെ ഈ ഒരു ഡയമണ്ട് ആർമർ ക്രാഫ്റ്റ് ചെയ്യുന്നതിനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ ഗൈസ് നമുക്ക് വേറെ കാര്യം പറയാനുള്ളത് നമ്മളെ ഒരു ഇതിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ്
നമ്മൾ ഇത് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. ഒരു നമ്മൾ ഒരു പിഗ് ഫാം അടിച്ചതെന്ന് വെച്ചാൽ അവിടെ പിഗിനെയൊക്കെ അവിടെ ഒരു പിഗ് ഫാമുകൾ റെഡിയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഏരിയയിൽ. പിന്നെ 39 ഡയമണ്ട് ഉണ്ട്. ഇനി നമുക്ക് വേണ്ട സാധനമൊക്കെ അതിൻ്റെ സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. അങ്ങനെ നമുക്ക് ടൂൾസ് എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കി കാണിച്ചു തരാം. നമുക്ക് ടൂൾസ് എല്ലാം ഒന്ന് ഉണ്ടാക്കാം. ഓക്കെ, സോഡും പിക്കാക്സ് നമ്മൾ തേർഡ് എപ്പിസോഡ് ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ 10 ഡേയ്സിലെടുത്തങ്ങാണ്ടേ ആയിട്ടുള്ളൂ നമ്മുടെ ഗെയിമിൽ. അതിന് മുമ്പേ നമ്മൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഉണ്ടാക്കാമായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് സെക്കൻഡ് എപ്പിസോഡ് തന്നെ കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അത്ര ഏർലി ആയിട്ടില്ല കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചത്. മറ്റേ എന്ത് കൂടി വേറൊരു ഷോട്ടാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ട് മാക്സിമം കാണാൻ നോക്കുക. അത് ഒട്ടും വലുതായി. നിങ്ങൾക്ക് 7 മിനിറ്റ് ടൈം മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ. മാക്സിമം കണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നല്ല എഫേർട്ട് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഡയമണ്ട് ആർമറായി. ഇനി നമുക്ക് എല്ലാം കൂടെ അങ്ങനെ പെട്ടെന്ന് എല്ലാം സ്യൂട്ടപ്പ് ഒക്കെ ചെയ്ത കാര്യം ആദ്യം തന്നെ വീട്ടിൽ അതിന് 9 ആർമറായി മാറ്റാം നമ്മുടെ. ഓക്കെ, ഇതങ്ങ് മാറ്റേക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ബൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ബൂട്ട്സ് എങ്ങോട്ടേക്കാം. ബൂട്ട്സ്, ലെഗിങ്സ്, ചെസ്റ്റ് പ്ലേറ്റ് ആൻഡ് ഹെൽമെറ്റ്. ഫസ്റ്റ് തേർഡ് എപ്പിസോഡിൽ തന്നെ ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസും ഇതൊക്കെ നല്ല നമ്മൾ വേണ്ടതൊക്കെ സോർട്ട് ചെയ്തിട്ടുണ്ട്. കേസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫുൾ ആർമർ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് കാണുന്നതായിട്ടാണ് പോയി. ഇറ്റ്സ് മീ RK സൈനിങ് ഔട്ട്. പോകുന്നതിന് മുമ്പേ നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് ലൈക്ക് കൂടി ചെക്കിയിട്ട് പോകണേ. പീസ് ഔട്ട്.